അവരെ വീടുകൾ സന്ദർശിക്കുന്നുണ്ട്. അവരെ മരിച്ചവരുടെ കുടുംബങ്ങൾക്കുള്ള സഹായം, ആ സഹോദരിമാർക്കുള്ള സഹായം ഞങ്ങൾ 2 മാസം മുമ്പ് റെഡിയായതാണ്. പക്ഷെ അവരുടെ ഒരു ലീഗൽ ഹയർ സർട്ടിഫിക്കറ്റിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതിപ്പോൾ അവരെല്ലാം ബന്ധുക്കളെല്ലാം എഴുതി കൊടുത്തതനുസരിച്ച് അവർ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ്. ഓരോരുത്തർക്കും 10 ലക്ഷം രൂപ വെച്ച് KSRCയുടെ ഇൻഷുറൻസിൽ നിന്നാണ് പണം കൊടുക്കുന്നത്. അപ്പോൾ അത് 2 മാസം മുമ്പ് റെഡിയായി. പക്ഷേ ഇവരുടെ ഒരു പേപ്പർ റെഡിയാകാത്തതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത്. MLA നിരന്തരമായി അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നൽകിയ ഉറപ്പാണ്. പുതിയ നിയമസഭാ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. അതിനു മുമ്പ് അത് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഇന്ന് തന്നെ കൈമാറുന്നത്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, നമ്മുടെ ഇഷ്ടമല്ലല്ലോ. ഞാൻ പോലിക്കാറില്ല, എനിക്ക് അത്ര അറിയാം. ഈ ഹിന്ദുമതത്തിലെ ക്ഷേത്രങ്ങളിൽ കയറുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു വലിയ പരിഷ്കരണം വേണമെന്നുള്ള ആവശ്യം SNDPയുടെ ഭാഗത്ത് ഉയരുന്നുണ്ട്. NSS അത് വേണ്ടതല്ല, ഒരു പരിഷ്കരണം ആവശ്യമുണ്ടോ ഈ കാര്യങ്ങളിലൊക്കെ? ഇതൊക്കെ ഓരോ സ്ഥലത്തെ ഇതാണ്. ഓരോ ക്ഷേത്രത്തിന് ആചാരങ്ങളുണ്ട്. അത് നിശ്ചയിക്കുന്ന ആ ക്ഷേത്രത്തിന്റെ തന്ത്രിമാരാണ്. അപ്പോൾ ഭരണാധികാരികൾക്ക് അങ്ങനെ ഒരു മാറ്റം ആവശ്യമുണ്ടെങ്കിൽ തന്ത്രികളുമായി ചർച്ച ചെയ്ത് തന്ത്രിയുടെ അനുമതി വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ദേവപ്രശ്നം വെച്ച് നോക്കിയിട്ടോ ഇതാണ് ഹിന്ദു ക്ഷേത്രങ്ങളിലെ ആചാരം. ഇപ്പൊ ഗുരുവായൂർ ദേവസ്വത്തിൽ ഗുരുവായൂരമ്പലത്തിൽ ചുരിദാറിട്ട് കയറാമോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. അവിടെ ഒരു തന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സദസ്സ് വിളിക്കുകയും അവിടെ ഒരു ദേവപ്രശ്നം നടത്തുകയും ചെയ്തു. ഇത് ഹിന്ദു ആചാരമാണ്. അപ്പോൾ അതാത് ക്ഷേത്രങ്ങളിലെ ആചാരം അനുസരിച്ച് അവർക്ക് ഷർട്ട് ഇട്ട് കയറണമെന്നോ മുണ്ടുടുത്ത്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുണ്ടുടുത്ത് മാത്രമേ കയറാൻ സമ്മതിക്കൂ. അപ്പോൾ അത് അവിടുത്തെ ആചാരമാണ്. അത് അവിടെയുള്ള ഭരണാധികാരികളും അത് ആ ക്ഷേത്രത്തിന്റെ ഭരണാധികാരികളും അവിടുത്തെ തന്ത്രിയും അവിടുത്തെ പൂജാരിയും ഒക്കെയാണ് തീരുമാനിക്കുന്നത്. അതനുസരിച്ച് പോകാൻ പറ്റുന്നവർ പോയാൽ മതി. അതൊക്കെ ഓരോ മതത്തിന് അതിന്റെ ആചാരങ്ങളുണ്ട്, ഓരോ സമുദായത്തിന് അതിന്റെ ആചാരങ്ങളുണ്ട്. അത് പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഇപ്പൊ ഞാനൊരു ഹിന്ദു മതത്തിൽ ജനിച്ച ആളാണ്. ഞാൻ ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരു ചർച്ചിൽ, ഒരു പള്ളിയിലെ മോസ്കിലേക്ക് ചെല്ലുമ്പോൾ ആ മോസ്കിൽ നിലവിലുള്ള ആചാരങ്ങൾ മാനിക്കാനും അനുസരിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ്. ആ കാലത്തിനനുസരിച്ച് മാറ്റം എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ടല്ലോ, വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ ക്ഷേത്രമായ ശബരിമലയിൽ ഏത് വസ്ത്രം വെച്ച് പാനിട്ടും പോവാം, മുണ്ടെടുത്ത് പോവാം, സാരി ഉടുത്ത് പോവാം, 2-3 ജാക്കറ്റ് ഇട്ട് തലയെ കെട്ടിയിട്ട് പോവാം. ഇതൊക്കെ ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ആചാരങ്ങളാണ്. ശബരിമലയിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാ ശബരിമലയിൽ പ്രവേശനമുണ്ട്. അല്ല, അതൊന്നും ഞാൻ അഭിപ്രായം പറഞ്ഞില്ല. ഞാൻ എന്റെ അഭിപ്രായമാണ് പറഞ്ഞത്. ഞാൻ എന്റെ അഭിപ്രായം പറയുള്ളൂ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ വിമർശിക്കാനോ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ പറ്റുന്നത്. എന്റെ അഭിപ്രായം എന്ന് പറയുന്നത് ഓരോ ക്ഷേത്രങ്ങൾക്കും ഓരോ ദേവാലയങ്ങൾക്കും, അത് ഹിന്ദു ക്ഷേത്രങ്ങൾ മാത്രമല്ല ക്രിസ്തുമത ദേവാലയങ്ങൾക്കും ഇസ്ലാം മത ദേവാലയങ്ങൾക്കും അതിന്റേതായ ആചാരങ്ങളുണ്ട്. അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അങ്ങോട്ട് പോകണ്ട. ഇപ്പൊ ഞാനൊരു ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ഷർട്ട് അഴിച്ചാലേ കയറാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ അത് അഴിക്കാൻ ഞാൻ സന്നദ്ധനാണെങ്കിൽ അവിടെ പോയാൽ മതി. അവിടെ പോയി വഴക്കുണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ല. മന്ത്രിയുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ, നമ്മുടെ RTO ഓഫീസുകളിലെ സമയക്രമീകരണം ഏർപ്പെടുത്തിയെന്ന് കാര്യം ജോലിയൊന്നും നടക്കുന്നില്ല. നമ്മൾ ഉദ്യോഗസ്ഥരോട് ജോലി ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് തിരക്ക് കാരണം പറ്റുന്നില്ലെന്നാണ്. അപ്പോൾ അതുകൊണ്ട് രാവിലെ 10 മണി മുതൽ 1 മണി വരെ, 12:30-1 മണി വരെ മാത്രമേ സന്ദർശകർക്ക് പ്രവേശനമുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ ജോലി ചെയ്യണം. ഫയലുകൾ നിങ്ങൾക്കെല്ലാം നാടിന്റെ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. ഫയലുകൾ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഫയൽ 5 ദിവസത്തിൽ കൂടുതൽ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന സർക്കാർ ഉത്തരവ് ഇറങ്ങുന്നുണ്ട്. നിർദ്ദേശം നിലവിൽ വന്നു. ട്രാൻസ്പോർട്ട് കമ്മീഷൻ ഓഫീസിലും KSRCയുടെ ഹെഡ് ഓഫീസിലും നടപ്പിൽ വന്നു കഴിഞ്ഞു. കമ്പ്യൂട്ടറൈസ്ഡ് ആണ് സിസ്റ്റം. അപ്പോൾ 5 ദിവസത്തിൽ കൂടുതൽ തീരുമാനമെടുക്കാതെ ഫയൽ പിടിച്ചുകൊണ്ട് വയ്ക്കുന്നത് അഴിമതിയാണ്. അപ്പോൾ അത് പിടിച്ചു വയ്ക്കാൻ പാടില്ലെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിരുന്നു. അപ്പോൾ എന്റെ ട്രാൻസ്പോർട്ട് വകുപ്പുമായി ബന്ധപ്പെട്ട് വാട്ടർ ട്രാൻസ്പോർട്ട്, KTDC എല്ലാവരും നിർദ്ദേശം കൊടുത്തത് 5 ദിവസത്തിൽ കൂടുതൽ ഒരു ഫയലിന്മേൽ തീരുമാനമെടുക്കണം. ഒരു വിദ്യാഭ്യാസമുള്ള പരിചയസമ്പന്നരായ ഒരു ഉദ്യോഗസ്ഥന് ഒരു ഫയലിന്മേൽ തീരുമാനമെടുക്കാൻ 5 ദിവസം വളരെ അധികമാണ്. യെസ് എന്നോ നോ എന്നോ അതോ തീരുമാനം എടുക്കാം. അപ്പോൾ ആ തീരുമാനം എടുക്കാൻ പറയുമ്പോൾ അവർ പറയുന്ന ന്യായം, ഞങ്ങൾ രാവിലെ മുതൽ വൈകിട്ട് വരെ സന്ദർശകരാണ്, അതുകൊണ്ട് സന്ദർശകർ 1 മണിക്ക് ശേഷം അനുവദിക്കുന്നില്ല. അവരവരെ ജോലി ഉച്ചയ്ക്ക് ശേഷം കൃത്യമായി നിർവഹിക്കുക. അതുപോലെ തന്നെ സാറ്റർഡേ സ്മാർട്ട് പ്രോഗ്രാം എന്നുണ്ട്. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ജോലി ചെയ്യാൻ പാടില്ല. സന്ദർശകരുമില്ല, ജോലിയുമില്ല. എല്ലാ വർക്കും തീർത്തതിന് ശേഷം അവരിയ്ക്കുന്ന ഓഫീസ് നല്ല വൃത്തിയായിട്ട് മാറ്റി വളരെ നല്ല എല്ലാ ഫയലുകളും അടുക്കി വെച്ച് വൃത്തിയാക്കി ഫാനും ലൈറ്റും വരെ എല്ലാവരും കൂടെ ചേർന്ന് RTO മുതൽ അവിടുത്തെ ക്ലീനിംഗ് സ്റ്റാഫ് വരെ ഒരുമിച്ച് നിന്ന് ചെയ്യുന്ന ഒരു ടീം വർക്കാണ്. ഇത് മുമ്പ് വനം വകുപ്പിൽ നടപ്പിലാക്കിയിരുന്നു, ഇപ്പോൾ ട്രാൻസ്പോർട്ട് വകുപ്പിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. നടപ്പിൽ വന്നു കഴിഞ്ഞു. RTO ഓഫീസുകളിലൊക്കെ ഇത് നടക്കുന്നുണ്ട്, എല്ലാ ഓഫീസുകളും. നമ്മളൊരു മാറ്റം ആവശ്യമാണ് എല്ലാ കാര്യങ്ങളും. ഇത്തരം മാറ്റങ്ങളാണ് അത്യാവശ്യമുള്ളത്. കാരണം ഈ സമയം ഫയലുകൾ പിടിച്ചു വയ്ക്കുക. ഇനി അടുത്തൊരു സോഫ്റ്റ്വെയറിൽ ഒരു ചേഞ്ച് വരാൻ പോവുകയാണ്. ഈ ക്ലറിക്കൽ സ്റ്റാഫിന് ചില സ്ഥലത്ത് ലോഡ് കൂടുതലാണ്. ഇതൊക്കെ ന്യായമായ കാര്യങ്ങളാണ്. നമ്മൾ പരിഷ്കൃത സമൂഹം അറിയേണ്ട കാര്യമാണ്. ചിലർക്ക് ഇപ്പോൾ എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഒരു RTO ഓഫീസിൽ ഒരു ക്ലറിക്കൽ സ്റ്റാഫിനോ അല്ലെങ്കിൽ കോഴിക്കോട് ഇരിക്കുന്ന ആളോ വളരെയധികം വർക്ക് ലോഡായിരിക്കും. ഉദാഹരണത്തിന് എന്റെ മണ്ഡലമായ പത്തനാപുരത്ത് അല്ലെങ്കിൽ കോന്നി ഇങ്ങനെ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ വർക്ക് ലോഡ് വളരെ കുറവായിരിക്കും. ഒരു ദിവസം 4-5 ഫയലേ കാണും. മറ്റേത് 200-300 ഫയലാണ്. ഇനി അങ്ങനെയല്ല,
എല്ലാ ഫയലുകളും കേരളത്തിലെമ്പാടുമുള്ള ഫയലുകൾ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഓരോ ക്ലറിക്കൽ സ്റ്റാഫിനും തത്തുല്യമായ വർക്ക് കിട്ടും. അപ്പോൾ വർക്ക് ലോഡ് കൂടില്ല. പക്ഷെ കാസർഗോഡ് ഫയല് നോക്കുന്നത് ചിലപ്പം പുനലൂരോ കൊട്ടാരക്കരയിലോ ആയിരിക്കും. എവിടെയാണ് വേക്കന്റ് വരുന്നത് വെച്ചാൽ അവിടത്തേക്ക് ഈ ഫയലാണല്ലോ, ഈ ഫയലിനെ കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ട് തന്നെ സോഫ്റ്റ്വെയറിലൂടെ തന്നെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ആരുടെ വണ്ടിയുടെ ഫയലാണ് ഞാൻ നോക്കുന്നതെന്നോ എവിടെയാണ് എന്റെ ഫയൽ പോയിരിക്കുന്നതെന്നോ എനിക്ക് കസ്റ്റമർക്കോ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥനോ അറിയാൻ പറ്റില്ല. അതായത് കാസർഗോഡ് ഫയലിന്റെ തീരുമാനം എടുക്കാൻ കൊടുക്കുന്നത് ക്ലറിക്കൽ സ്റ്റാഫിന് പോകുന്നത് ചിലപ്പോൾ കൊട്ടാരക്കരയിലോ പത്തനാപുരത്തോ ആയിരിക്കും. അപ്പം അങ്ങനെ ഒരു സംവിധാനം വരാനുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ വർക്ക് ലോഡുകൾ തുല്യമാവുകയും നീതിപൂർവമായ കാര്യങ്ങൾ ഈ ഫയൽ പിടിച്ചു വയ്ക്കില്ല. പിന്നെ വെച്ചിട്ട് കാര്യമില്ലല്ലോ, കാസർഗോഡ് നിന്ന് ആരും നമ്മളെ കാണാൻ പറ്റില്ല, പിടിച്ചു വയ്ക്കുന്ന പ്രശ്നമില്ല. അപ്പം അത്തരം പരിഷ്കാരങ്ങളുടെ ഭാഗമാണ് ഉച്ചയ്ക്ക് ശേഷം ഓഫീസിൽ കയറണ്ട എന്നുള്ള കാര്യം ജനങ്ങളും അംഗീകരിക്കുക. ഉച്ചയ്ക്ക് ശേഷം അവർ ജോലി ചെയ്യട്ടെ. അവരെ ജോലി ചെയ്തില്ല, അതിൻ്റെ ശമ്പളം വാങ്ങുന്ന ആ ജോലി അവർ പലപ്പോഴും പറയുന്നത് ഡിലേ വരുന്നു എന്ന് പറഞ്ഞ് നാട്ടുകാരെല്ലാം എനിക്ക് പരാതി ഡിലേ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാവരും സന്ദർശകരാണ്, എപ്പോഴും വൈകിട്ട് 5 മണി വരെയും 6 മണി വരെയും സന്ദർശകരാണ്, ജോലി ചെയ്യാൻ. അവർക്ക് ജോലി ചെയ്യാൻ അവസരം കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ 5 ദിവസത്തിൽ കൂടുതൽ ഒരു ഫയൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ പാടില്ല. ഹോൾഡ് ചെയ്ത് വെച്ചാൽ വേറെ കുഴപ്പമൊന്നുമില്ല. ആ ഉദ്യോഗസ്ഥനെ ആ ഓഫീസിൽ ഇരിക്കാൻ, ആ പോസ്റ്റിൽ ഇരിക്കാൻ യോഗ്യനല്ല എന്ന നിലയിൽ അവരെ ട്രാൻസ്ഫർ ചെയ്തോളാനായിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്കും KSRTC MDക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. KSRTCയിൽ കമ്പ്യൂട്ടറൈസേഷൻ വരെയാണ്, MLA-മാരുടെ എല്ലാം ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. ആ കമ്പ്യൂട്ടറൈസേഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാ ഡിപ്പോകളിലേക്കും ഈ 5 days പ്രോഗ്രാം കൊണ്ടുവരും. സർക്കാർ കാര്യം മുറ പോലെ എന്ന നിലയിൽ ഇനി എത്തിക്കാൻ ഈ സർക്കാർ അനുവദിക്കരുത്. സ്കൂൾ ബസ്സിന്റെ ഫിറ്റ്നസ് ബന്ധപ്പെട്ട കുറച്ച് വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. അല്ല, അതിൽ കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ സ്കൂൾ ബസ്സിന് ഫിറ്റ്നസിന് പ്രശ്നമില്ല. ഒരു ബസ് ഒരു തവണ നിയമപ്രകാരം 12 മാസത്തിൽ ഒരിക്കൽ ഫിറ്റ്നസ് ചെയ്തു. ഇത് വരാൻ കാരണം എന്ന് പറഞ്ഞത് ഇതൊരു പ്രശ്നം ഒറ്റ തവണ ക്രമീകരിക്കലാണ്. കാരണം കൊറോണ കഴിഞ്ഞ് സ്കൂൾ തുറന്നത് ജനുവരിയിലാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാ വണ്ടിയും പരിശോധിക്കണമെന്നൊരു ഉത്തരവ്, അത് കഴിഞ്ഞ് ഏപ്രിൽ മാസത്തിൽ വീണ്ടും പരിശോധിക്കണം ഉത്തരവ്. നമ്മൾ എല്ലാ കാര്യത്തിന്റെയും ന്യായവശങ്ങൾ ആലോചിക്കണം. ഒരു തവണ സ്കൂൾ ബസ്സുകൾ മാത്രം ഒരു വർഷം 2 തവണ ഫിറ്റ്നസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ മാർച്ച് മാസമായി, ഈ മാസം കഴിഞ്ഞാൽ പിന്നെ സ്കൂൾ അടച്ചു കഴിഞ്ഞാൽ പിന്നെ ജൂൺ മാസത്തിൽ തുറക്കുന്നതിന് മുമ്പ് മെയ് അവസാനത്തെ ആഴ്ചയ്ക്ക് മുമ്പേ എല്ലാ വണ്ടികളും ഫിറ്റ്നസ് ചെയ്യണം. ചെയ്തു കഴിഞ്ഞാൽ എല്ലാ വർഷവും കൃത്യമായി അത് വരും. ഒരു അനോമലി ഉണ്ടായാൽ അത് റെക്ടിഫൈ ചെയ്യാൻ അവസരം കൊടുക്കണം. നമ്മൾ എല്ലാ കാര്യത്തിനെയും വിമർശിക്കുന്നതിനപ്പുറം നമ്മൾ പ്രായോഗികമായി ചിന്തിക്കുകയും നമ്മൾ പ്രായോഗികമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യണം. അതിൽ നിങ്ങളെല്ലാവരും ജനങ്ങളുടെ സഹകരണം ഞാൻ പ്രതീക്ഷിക്കുകയാണ്, മാധ്യമങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. ചില മാറ്റങ്ങളൊക്കെ വേണ്ടേ, ഇത് എന്നും തീരാത്ത പ്രശ്നങ്ങളായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതിന്റെ കാര്യത്തിൽ 2 ഏജൻസികൾ പഠനം നടന്നുണ്ട്. റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. കിട്ടിയാൽ ഉടൻ ആക്ഷനാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആക്ഷൻ എടുക്കും. ഒന്ന് തിരുവനന്തപുരം ബോട്ടണിക്കൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ സിവിൽ വിങ്ങും, പിന്നെ PWD സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് വിങ്ങുമാണ്. അവർ 2 കൂട്ടരും പരിശോധന നടത്തുന്നത്. അല്ല, അത് അവർ ചെയ്യണമെന്നാണ് എഗ്രിമെന്റ് പ്രകാരം എടുത്തിരിക്കുന്ന വാടകക്കാരൻ ആരാണോ, XY അതറിയില്ല, പേര് ഞാൻ പറയില്ല, അവർ തന്നെ ചെയ്യണം എന്നാണ് എഗ്രിമെന്റിൽ വളരെ വ്യക്തതയോടെ പറഞ്ഞിരിക്കുന്നത്.